ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയുടെ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കുറിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ അങ്ങനെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മസാല കടല, അതല്ലെങ്കിൽ മസാല കപ്പലണ്ടി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്. 250 മില്ലി കപ്പിന് നിറച്ചൊരു കപ്പ് കടലയുടെ അളവിലുള്ള റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നീട് ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 കപ്പ് കടലമാവ്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചതച്ച പെരിഞ്ജീരകം, വലിയ ജീരകമാണ്, നല്ല പൗഡറൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ. 1/2 ടേബിൾ സ്പൂൺ കായത്തിന്റെ പൊടി വേണം, 3 തണ്ട് കറിവേപ്പില വേണം, ഒരു 10 അല്ലി വെളുത്തുള്ളി തൊലിയൊന്നും കളയാതെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പ് വേണം, 1/2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തേരം വെള്ളം വേണമെന്ന് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. നമുക്കിനി റെസിപ്പി തയ്യാറാക്കാം. ഞാനിപ്പം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. കടലമാവ്, കോൺഫ്ലോർ, അരിപ്പൊടി, ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകത്തിന്റെ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായം, ഈ മസാലയ്ക്ക് ആവശ്യത്തിന് ഉപ്പ്. ഈ മസാല എല്ലാം കൂടെ നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ചോ സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കടലമാവ് ഒക്കെ കട്ടയായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഉടയ്ക്കാം. ഈ പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന കടല ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കപ്പലണ്ടിക്കാണ്, ഞങ്ങളുടെ നാട്ടിൽ കടല എന്നാണ് പറയുന്നത്. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ നമുക്കിത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇന്നത്തെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ മസാലയും ഈ കടലയിലേക്ക് ഒന്ന് പിടിക്കുന്നത് പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. വലിയൊരു കട്ടയായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ലൂസായിട്ട് പോകരുത്. ശരിക്കും ഈ കടലയിലേക്ക് ഈ മസാല മുഴുവനായിട്ട് പൊതിഞ്ഞിരിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഇത് പോരാ, അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടല എടുക്കുമ്പോൾ പച്ചക്കടല തന്നെ എടുക്കണം. ഇപ്പോൾ 1/2 കപ്പ് വെള്ളം ഫുള്ളായിട്ട് വേണ്ടി വന്നിട്ടില്ല, ഏകദേശം 1/2 കപ്പ്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം അതിൽ മിച്ചം വന്നിട്ടുണ്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതിൽ. അല്പം ഈ മാവിൽ നിന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഉപ്പ് അറിയാൻ പറ്റും. ഞാനൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വറുത്ത് വരെടുക്കുമ്പോൾ ഈ എണ്ണയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, ഈ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ. ഇപ്പം ഇങ്ങനെ സൈഡിലേക്ക് വെക്കാം. ഇനി ഈ കടല ഒരുപാട് ഒന്നിച്ചിട്ട് കൊടുക്കാതെ ഇതുപോലെ അടർത്തി കട്ട കെട്ടാതെ ഇട്ട് കൊടുക്കാം. ഒരു 3-4 ട്രിപ്പായിട്ട് വറുത്തെടുത്താൽ മതി. പച്ചക്കടലയാണ്, അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വരുകയും വേണം. അപ്പോൾ ചെറിയ തീയിലിട്ട് മുറിച്ചെടുക്കാം. ഒന്ന് ഇളക്കി വറുത്തെടുക്കാം. ഇട്ട് കൊടുക്കുന്ന വഴിക്ക് ചെറുതായിട്ടൊക്കെ കട്ട കെട്ടി കിടപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. മൊരിഞ്ഞ് വരട്ടെ. ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വീണ്ടും ബാക്കിയും കൂടി ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരിഞ്ഞ മസാല കടല ഞാനിവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരെ. ടേക്ക് കെയർ, ബൈ.